നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഒരു ദിവസം ഒരാഴ്ച പോലെ ഫീൽ ചെയ്തു. ഇന്ന് ഒരു വർഷം ഒരു മാസം പോലെ പറന്നു പോകുന്നു. ഇത് വെറും ഒരു തോന്നലല്ല, തമാശയായിട്ടാണ് ഇത് പലപ്പോഴും പറയുന്നത് എങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മൾ നന്നായി ജീവിക്കുന്നില്ല എന്നൊരു ഡാർക്ക് ട്രൂത്താണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ മരിച്ച ഒരാളോടാണ് 90-ാമത്തെ വയസ്സിൽ മരിച്ച ഒരാളേക്കാൾ കൂടുതൽ നമുക്ക് സിമ്പതി. കാരണം കൂടുതൽ കാലം ജീവിക്കുന്നതാണ് നമ്മൾ എപ്പോഴും നമ്മൾ പോലും അറിയാതെ വാല്യൂ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ആരാണ് അവരുടെ ലൈഫ് മീനിങ് ഫുൾ ആയിട്ട് ക്വാളിറ്റിയോടുകൂടി ജീവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നല്ല ഒരു ജീവിതം ജീവിച്ചു എന്ന് തോന്നണമെങ്കിൽ നമ്മുടെയൊക്കെ സമയം നന്നായി യൂസ് ചെയ്യണം, അല്ലേ? പ്രൊഡക്ടിവിറ്റി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അറ്റോമിക് ഹാബിറ്റ്സ് വായിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊന്നുമല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നന്നായി ജീവിക്കാൻ, സമയം നന്നായി മനസ്സിലാക്കാൻ, നമ്മുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറഞ്ഞു തരുന്ന, പല സർവേയും കാണിച്ചു തരുന്ന 6 കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ആദ്യമായി ഈ ചാനലിൽ വരുന്നവർക്ക് വെൽക്കം ഹോം. നമ്മുടെയൊക്കെ ലൈഫിനെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ ചെയ്യാനാണ് ഈ ചാനലിൽ ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഈ ജേർണി ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ആദ്യം തന്നെ നമ്മുടെയൊക്കെ ബ്രെയിൻ സമയത്തെ പെർസീവ് ചെയ്യുന്നത് ഇങ്ങനെ സ്മൂത്തായി ഒഴുകി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ്. പക്ഷേ നമ്മുടെ ബ്രെയിനിൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ടൈം ബ്രെയിൻ മാർക്ക് ചെയ്യുന്നത്? ഒബ്വിയസ്ലി വിത്ത് ഇൻസിഡൻസ്. കുട്ടികളിലും ടീൻസിലും അഡൽട്സിലും ഒക്കെ നടന്ന ഈ ടൈം പെർസെപ്ഷനെ പറ്റിയുള്ള സ്റ്റഡീസ് ഒക്കെ ഒരുപാടുണ്ട്. ഒരു കളിപ്പാട്ടം കിട്ടിയാൽ, അതിൻ്റെ ടയർ ഒന്ന് ഊരിപ്പോയാൽ, മുറ്റത്തൊരു ചെടിയിൽ പൂ ഉണ്ടായാൽ, റോഡിൽ കൂടെ ഒരു ആനയെ കൊണ്ടുപോയാൽ, ഒരു ഹെലികോപ്റ്റർ കണ്ടാൽ, ആകാശത്തൊരു പ്ലെയിൻ കണ്ടാൽ, ഇതെല്ലാം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇൻസിഡൻസ് ആണ്. ഈ ചുറ്റും കാണുന്നതൊക്കെ ന്യൂ എക്സ്പീരിയൻസസ് ആണ്. ബ്രെയിൻ ഇതെല്ലാം ഇൻസിഡൻസ് ആയിട്ട് മാർക്ക് ചെയ്യും. സോ സമയം സ്ലോ ആയിട്ട് തോന്നും. നമ്മൾ അഡൽട്സ് ആകുന്ന സമയത്ത് ബ്രെയിനിന് ഒരു സിഗ്നിഫിക്കന്റ് ഇൻസിഡന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ഈ മേളിൽ പറഞ്ഞതൊന്നും പോരാ. വീക്കെൻഡ് മാത്രമായിരിക്കും എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ബ്രെയിനിന് നോട്ട് ചെയ്യാൻ പാകത്തിന് നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്നത് തന്നെ. ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള സമയമെല്ലാം ബ്രെയിൻ സ്കിപ്പ് ചെയ്ത് കളയും. സമയം വേഗം പോകുന്നത് പോലെ നമുക്ക് തോന്നും. ബ്രെയിനിൽ അങ്ങനെ ഇൻസിഡന്റ് റിച്ച് ആക്കാനായിട്ട് ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് എഫേർട്ടും പണവും മുടക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇനി ബ്രെയിനിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് സിമ്പിളായും നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ സ്ഥിരം ഉണ്ടാക്കുന്ന ഫുഡ് വേറെ രീതിയിൽ ഉണ്ടാക്കാം. എന്നും നമ്മളൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന വഴി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വഴിയായിരിക്കാം. പക്ഷെ അവിടെ ഒരു റോഡ് നമ്മൾ സ്ഥിരം കാണാറുണ്ടായിരിക്കും. ആ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയില്ലായിരിക്കാം. അതുവഴി ഒന്ന് പോയി നോക്കാം. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു മാർഗം ജോലിക്ക് പോകുന്ന റൂട്ട് ഡെയിലി സെയിം ആക്കാതെ മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ചായക്കടയിൽ കാണുന്ന റാൻഡം ആയിട്ടുള്ള ഒരു ചേട്ടനോടോ ചേച്ചിയോടോ കുറച്ച് നേരം സംസാരിക്കാം. അതല്ലെങ്കിൽ ഒരു ന്യൂ സ്കില്ല് പഠിച്ചു തുടങ്ങുക, ലൈക്ക് സ്വിമ്മിങ്, ബോക്സിംഗ്, ഡ്രോയിങ്, എഡിറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പറഞ്ഞതൊക്കെ സമയം ഫീൽ ചെയ്യാൻ, അതല്ലെങ്കിൽ ബ്രെയിനിനെ ആ സമയമെല്ലാം മാർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ ലൈഫ് മീനിങ് ഫുൾ ആക്കാൻ എങ്ങനെ സാധിക്കും? അത് നമുക്ക് മുന്നോട്ട് നോക്കാം. കൂട്ടുകാരല്ല എന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സമയത്തിൻ്റെ മെജോറിറ്റിയും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് റോങ് പീപ്പിളിലും റോങ് ആക്ഷനിലുമാണ്. റോങ് പീപ്പിളിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ റോങ് ആക്ഷൻ കുറേയൊക്കെ ഒഴിവാകും. ഈ റോങ് പീപ്പിൾ എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട, അവരൊന്നും മോശം ആളുകളായിരിക്കണം എന്നില്ല. നമുക്ക് ചേരാത്ത ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് റോങ് പീപ്പിൾ എന്ന് പറഞ്ഞത് ബാഡ് പീപ്പിൾ അല്ല. ഇതിനെപ്പറ്റി കുറച്ച് ഡെപ്തിൽ ഞാൻ പറയാം. കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. 100 ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓൾറെഡി ഉള്ള ക്വാളിറ്റി ഉള്ള ആളുകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷ്യസ് ടൈം മേക്ക് ആൻഡ് ബ്രേക്ക് റിലേഷനിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഓൾറെഡി ഉള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് കോൺക്രീറ്റ് ആക്കാൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നാട് മുഴുവൻ ഫ്രണ്ട്സ് ഉള്ള ആളുകളെ നമുക്കറിയാം. അതൊരു മോശം കാര്യമൊന്നുമല്ല. ബട്ട് നമ്മുടെ ഒരു ഹാർഡ് ടൈം ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ പോലും അതിലില്ല എങ്കിൽ ആ 100 പേർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം എല്ലാം വേസ്റ്റായി പോയി എന്ന് പറയാം. മാസ്ക് ഇല്ലാതെ നമ്മളോട് പെരുമാറുന്നതും നമുക്ക് മാസ്ക് വെക്കേണ്ടാത്തതുമായ ഒരാളെ എങ്കിലും ലൈഫിൽ കിട്ടിയാൽ അതാണ് നേരത്തെ പറഞ്ഞ 100 എണ്ണത്തിനേക്കാളും ബെറ്റർ. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇതുവരെ ഇല്ല എങ്കിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. റോങ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ എത്തുന്നതിലും ബെറ്ററാണ് ആരും ഇല്ലാതെ ഇരിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല ഒരു ഫ്രണ്ട് വന്നേക്കാം. മേ ബി അതൊരു പാർട്ട്ണറിന്റെ രൂപത്തിലായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലോ അവരുടെ ജീവിതത്തിലോ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൽ കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഇവരുമായൊക്കെ ഡീപ്പർ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു ഹാർഡ് ടൈമിൽ കൂടെ സ്റ്റേ ചെയ്യാത്ത ആളുകളുമായിട്ട് ഒരിക്കലും ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാകാനും പോകുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്ര കേൾക്കാൻ രസമുള്ള ഒന്നല്ല. ലോൺലെസ് ഇഷ്ടമുള്ള ആളുകളുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ, നമ്മളുടെ കൂടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ. എന്നാൽ
അതിനും സമയം വേണം, ഒരു സോഷ്യൽ ലൈഫിനും സമയം വേണം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അമേരിക്കയിൽ പബ്ലിക് ഹെൽത്ത് എപ്പിഡമിക്കായി ഒരിക്കൽ ലോൺലിനെസ്സിനെ ഡിക്ലെയർ ചെയ്തിരുന്നു. 50+ ആയ ആളുകളിൽ നടത്തിയ പല സ്റ്റഡീസിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക് കൂടിയതായി കണ്ടിരുന്നു. റിസർച്ചേഴ്സ് പറയുന്നത് ലോൺലിനെസ്സിന് സ്മോക്കിംഗ് ഉണ്ടാക്കുന്ന സെയിം ലെവൽ ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് തരാനുള്ള അത്ര റിസ്ക് ഉണ്ട് എന്നാണ്. ഓണസ്റ്റ്ലി ആ റിസർച്ച് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. വെറും ഒരു മെറ്റാ അനാലിസിസ് ആയിരിക്കാം. സ്റ്റഡിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ലോൺലിനെസ് എന്നത് സില്ലി ആയ ഒരു കാര്യമല്ല എന്ന് UK പോലൊരു രാജ്യം മനസ്സിലാക്കിയതോടെ 2015 തൊട്ട് അവിടെ മിനിസ്റ്റർ ഓഫ് ലോൺലിനെസ് എന്നൊരു പോസ്റ്റ് വരെയുണ്ട് എന്ന് എത്ര പേർക്കറിയാം. ഇൻഫാക്ട് ലോൺലിനെസ് എന്നത് ഒറ്റയ്ക്കായി പോകുക എന്നതല്ല. ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിലും ഫീലിംഗ് ഓഫ് ഡിസ്കണക്ട് ഉണ്ടാവുന്നതാണ് ലോൺലിനെസ്. പേടിക്കാനല്ല ഇത് പറയുന്നത്, ബട്ട് നമുക്ക് സാധിക്കുന്ന പോലെ ഒരു കുഞ്ഞ് സോഷ്യൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എഫേർട്ട് എടുക്കുന്നത് ലൈഫിനെ മീനിങ് ഫുൾ ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത്, ഞാൻ ആദ്യമായി പറഞ്ഞ പോയിന്റിൽ ബ്രെയിൻ പലതും സ്കിപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ ബ്രെയിനിന് ഈ ടൈമിനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടെ ഉണ്ട്. 80% ആളുകളും ഈ വീഡിയോ കാണുന്നത് പോലും ആ ഡിവൈസിലാണ്. അതൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ഇല്ലായിരുന്നു. ജോലി ഇല്ലാത്ത ഒരു ദിവസം രാവിലെ എണീറ്റ് നമ്മൾ ഫോൺ എടുത്താൽ ഫോർ ഷുവർ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ 11 മണിയാകും. കിടക്കുമ്പോൾ ഫോൺ ഉണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ഫോൺ യൂസ് ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ ലേറ്റ്, നെക്സ്റ്റ് ഡേ പോയി. സിനിമ കാണുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പണ്ടത്തെ പോലെ നമ്മളൊന്നും കണ്ട സിനിമ പോലും ഓർത്തിരിക്കാത്തത് എന്ന് എൻ്റെ ഫോൺ അഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഫോൺ കയ്യിൽ പിടിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുന്നില്ല. വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസ് തൊട്ട് വീട്ടിലിരുന്ന് കാണുന്ന മൂവീസ് പോലും ഒരു പ്രോപ്പർ മെമ്മറിയായി വരാൻ ഈ ഫോൺ നമ്മളെ സമ്മതിക്കുന്നില്ല എന്നർത്ഥം. സോ നമ്മുടെ സമയം വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യാനും നല്ല മെമ്മറീസ് കീപ്പ് ചെയ്യാനും പല തരത്തിലുള്ള ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. നല്ല മെമ്മറീസ് ഉണ്ടാകുമ്പോൾ ഫോൺ യൂസ് ചെയ്താൽ ആ സമയവും ആ നല്ല മെമ്മറിയും നഷ്ടപ്പെട്ടു പോകും. നൗ സമയത്തെ മനസ്സിലാക്കുന്നതും നല്ല ആളുകളെ കണ്ടെത്തുന്നതും ബെറ്ററായി ജീവിക്കുന്നതിൻ്റെ മാർഗമായി നമ്മൾ ഓൾറെഡി കണ്ടു. ഇതിനെ വളരെയധികം കോംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആക്ഷൻ. ഈ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ട്രൈ ചെയ്യുക, ഫെയിൽ ചെയ്യുക എന്നതാണ്. ഈ ഫെയിലിയർ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ആക്ഷനിൽ വിജയിച്ചാൽ അത് ബോണസ്, ഇല്ലെങ്കിലും ഓക്കെയാണ്. ജയിച്ചാലും തോറ്റാലും നമ്മുടെ സമയത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ അതിന് സാധിക്കും. മീനിങ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ മീനിങ് ഫുൾ ആയി കാണാൻ സാധിക്കും എന്ന് പല സ്ഥലത്തും സർവേയിലൊക്കെ എനിക്ക് വായിക്കാൻ സാധിച്ചു. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ്. യു ആർ ബോൺ വിത്ത് എ ബോഡി, ടേക്ക് കെയർ ഓഫ് ഇറ്റ്. സത്യം പറഞ്ഞാൽ ശരീരം നന്നായി കീപ്പ് ചെയ്യാനും ജോയ്ഫുൾ ആയിട്ട് അത് ചെയ്യാനുമുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് മനുഷ്യരുണ്ടാക്കിയിട്ടുണ്ട്. ഗെയിംസ്, സൈക്ലിങ്, സ്വിമ്മിങ്, കയാക്കിംഗ്, വാട്ട് എവർ യു ലൈക്ക് ഇറ്റ്, ഡു ഇറ്റ്. ആ ആക്ടിവിറ്റിയൊക്കെ നമ്മുടെ സമയം ക്വാളിറ്റിയായി യൂസ് ചെയ്യാനും പൊട്ടൻഷ്യലി ഹോസ്പിറ്റൽ വെയിറ്റിംഗ് റൂമും ഓപ്പറേഷൻ തിയേറ്റേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാനും ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. 100 കണക്കിന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹെൽത്തി ആയിരിക്കുന്നത് സന്തോഷത്തിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന്. 4 ലക്ഷം പേരിൽ നടത്തിയ ഒരു തായ്വാനീസ് സ്റ്റഡിയിൽ പറയുന്നത് ഡെയിലി 15 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ 3 വർഷം കൂടുതൽ ജീവിക്കും എന്നും അവിടെ നിന്നും കൂട്ടുന്ന ഓരോ മിനിറ്റിനും മരിക്കാനുള്ള ചാൻസസ് 4% വെച്ച് കുറയ്ക്കും എന്നുമാണ്. ആരോഗ്യമായിട്ട് ജീവിച്ചിരിക്കുക എന്നത് നമ്മുടെ മാത്രമല്ല കൂടെയുള്ളവരുടെയും ഹാപ്പിനെസ്സിന് കാരണമാകും. ഇനി അവസാന പോയിന്റ്, വേറെ ലെവലിൽ ഹസിൽ മെന്റാലിറ്റി ഉള്ളവർക്ക് മേ ബി ഈ പോയിന്റ് ഇഷ്ടമാവില്ല. സോ അങ്ങനെയുള്ളവർ സ്കിപ്പ് ഇറ്റ്. വീക്കിലി 40 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, 30,000 രൂപ കിട്ടുന്നു. ഇനി 55 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, 40,000 രൂപ കിട്ടുന്നു. എക്സ്ട്രാ 15 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ 10,000 രൂപ കിട്ടി അല്ലേ? പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഫാമിലി ടൈം പ്ലസ് ഫ്രണ്ട്സ് ടൈം പ്ലസ് സ്ലീപ്പ് പ്ലസ് റിലാക്സേഷൻ പ്ലസ് മൂവി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്ട്രാ 10,000. നോട്ട് വർത്ത് ഇറ്റ്. ഇൻസ്റ്റെഡ് ഞാനൊരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം സെറ്റപ്പ് ചെയ്യും ഓർ അപ്പ് സ്കില്ല് ചെയ്യും. ജീവിതം ഇങ്ങനെ ടൈം യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ശീലിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായത്. ഫോർ എക്സാമ്പിൾ, ഒട്ടും സമയം കീപ്പ് ചെയ്യാത്ത ഒരു ഫ്രണ്ട് ഒരു സ്ഥലത്ത് പോകാൻ നമ്മളെ മേ ബി ഒരു 30 മിനിറ്റോ 1 അവറോ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥിരം പരിപാടി ആക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ ഞാൻ ടൈം യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങും. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയം ഇങ്ങനെ കളയാൻ പാടുണ്ടോ? വേറെ ഒരാളുടെ സമയത്തിന് വില തരാത്ത ഒരാളുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നത് അത്ര വെറുതെയായ കാര്യമാണോ എന്നൊക്കെ. ഇതൊക്കെ വളരെ റിലേറ്റീവ് ആണ്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ സമയം ഇപ്പോൾ എനിക്ക് തിരികെ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഞാൻ വെറുതെ ഇരിക്കുമോ? പ്രത്യേകിച്ച് ചിലപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷേ ഞാൻ വെറുതെ ഇരുന്ന് കളയുന്ന സമയമാണ് മറ്റൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കളയുന്നതിലും വാല്യുബിൾ ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അവസാനമായി, പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്
മണി, മീനിങ് ആക്ഷൻസ്. ഇതെല്ലാം നമ്മുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കാൻ അതിൻ്റേതായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ട ഈ 6 കാര്യങ്ങളും അതിലോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയൂ. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ലൈഫ് മീനിങ് ഫുൾ ആക്കി മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളുമായിട്ടും കൂടെ ഷെയർ ചെയ്യും. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.